2025 CUT എൻട്രൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പലർക്കും അറിയാൻ ആകാംക്ഷയുള്ളൊരു കാര്യമായിരിക്കും എക്സാം കഴിഞ്ഞാൽ, എൻട്രൻസ് എക്സാം കഴിഞ്ഞാൽ അടുത്ത് ഇനി എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെയായിരിക്കും പ്രൊസീജിയേഴ്സ് എന്നുള്ളത്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി യൂണിവേഴ്സിറ്റീസ് ആണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വരുന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വരുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള അതുപോലെ ICAR അങ്ങനെയുള്ള വളരെയധികം ആപ്ലിക്കേഷൻ വരുന്ന യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും ആക്ച്വലി ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് വരുന്ന രീതി, കഴിഞ്ഞ വർഷം വന്ന രീതി. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ CUTയുടെ ആൻസർ കീ പബ്ലിഷ് ചെയ്യുക എന്നതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. അത് NTA ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ ചിലപ്പോൾ ആൻസർ കീ റിലീസ് ചെയ്തതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഫേസ് 1ലേക്ക് കടക്കാൻ സാധ്യത. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറാം. പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെയാണ് ആദ്യം നടക്കാൻ പോകുന്ന പ്രോസസ്സുകൾ. ആൻസർ കീ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ചലഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നതാണ്. സോ ഈ റാങ്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്ന ഫേസ് 1ഉം ഫേസ് 2ലും ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത്. ഒപ്പം റാങ്ക് വന്നതിന് ശേഷമാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് അലോക്കേഷൻ, അതായത് ഏത് കോളേജ് പ്രിഫറൻസ് എന്നുള്ളത്, ഏത് കോഴ്സ് എന്നുള്ളത്, സോ ഇങ്ങനെയുള്ള പ്രിഫറൻസുകൾ നിങ്ങൾ കൊടുക്കും. എങ്ങനെയാണോ നമ്മൾ +1 ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സ്കൂളിൻ്റെ ഒരു പ്രിഫറൻസ് നമ്മൾ വയ്ക്കാറില്ലേ, ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്, അതുപോലെ ഇവിടെ നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ പ്രിഫറൻസ് കൊടുത്തതിന് ശേഷം അടുത്ത യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നു. ഈ സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഫേസിലേക്ക് കടക്കാം. അതായത് നിങ്ങളുടെ ഓൺലൈൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഓൺലൈൻ ആയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ പറ്റൂ. അതിനുവേണ്ടി ഫിസിക്കൽ ആയിട്ട് നിങ്ങൾ പോകേണ്ട കാര്യമില്ല, യൂണിവേഴ്സിറ്റി പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്താൽ മതി. ഈ അപ്ലോഡ് ചെയ്തതിന് ശേഷം വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ വെരിഫിക്കേഷനിൽ ഓക്കെ ആയി കഴിഞ്ഞാലാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത്. സോ ഫീ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സീറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്താൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ സീറ്റ് എടുത്ത് കഴിഞ്ഞു എന്നതാണ്. എന്നാൽ ഫ്രീസ് ചെയ്തില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സീറ്റ് നിങ്ങൾക്ക് താല്പര്യമില്ല, കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ഒരു സീറ്റ് അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള ഒരു കോളേജാണ് നിങ്ങൾക്ക് താല്പര്യം, മറ്റൊരു കോഴ്സാണ്, മുകളിലുള്ള മറ്റൊരു കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് ഇനി വരാൻ പോകുന്ന പ്രൊസീജിയേഴ്സ്. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടോപ്പ് പ്രിഫറൻസിലുള്ള നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസ്, ആ യൂണിവേഴ്സിറ്റികളുടെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി ചെക്ക് ചെയ്യണം. കാരണം അവരുടെ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ആ വെബ്സൈറ്റിനകത്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അഥവാ അവരുടെ ഫേസ് 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഏകദേശം ഒരു 20-25 ഡേയ്സ് ഒക്കെ നമുക്ക് തരാറുണ്ട്. ആ ടൈമിനുള്ളിൽ വേണം നമ്മളത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ഡീറ്റെയിൽസും അപ്ഡേഷൻസ് നമുക്ക് ഇനി വരാനായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഒന്ന് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.